ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യുന്നയാളും തൊട്ട് മുന്നാണ് ഞാൻ എണീക്കണത്. അപ്പം തന്നെ ഞാൻ പല്ലും തേച്ച് നേരെ റൂഫ് ടോപ്പിക്ക് ഓടി. നല്ലൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ വിയറ്റ്നാമിൽ കഴിച്ചതിൽ വെച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് ഡോമിലേക്ക് വന്ന് കുളിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗ് താഴെ കൊണ്ട് വെച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കാർഡ് ഗെയിംസ് ഒക്കെ കളിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങളുടെ ഇന്ന് ഹനോയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങളങ്ങനെ വെറുതെ സ്ട്രീറ്റിലൂടെ നടക്കും. പിന്നെ ഇവിടെ ഏതോ 2 ലേക്ക് ഉണ്ട്, അത് ചിലപ്പോൾ കാണാൻ പോകും. ഇന്ന് ശരിക്കും ഒരു എന്താ പറയുക, വെറുതെ ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള പ്ലാനിലാണ് ഇന്ന് മൊത്തം. ഇന്നലെ ഞങ്ങൾ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ അവിടെ പോയി. ഇവിടെ ഹനോയിൽ മെയിനായിട്ട് കാണാനുള്ളത് എന്താ പറയുക, ഈ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് ഒരു സിറ്റാഡൽ, ഒരു പള്ളി പോലത്തെ, പിന്നെ ഞങ്ങൾ ഇന്നലെ പോയ അമ്പലം ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ, പിന്നെ ഒരു മസോലിയം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുള്ളത് ഇവിടെ മെയിനായിട്ട് ഹനോയിൽ. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇവിടുത്തെ സ്ട്രീറ്റ്സും നൈറ്റ് ലൈഫും ഒക്കെയാണ്. നൈറ്റ് ലൈഫ് അടിപൊളി. ഇവിടെ 12 മണിയായിട്ടും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നൈറ്റ്. അപ്പോൾ നൈറ്റ് ടൈം ഇവിടെ ഹനോയിൽ കറക്റ്റ് ഫുൾ ഓണാണ്. ഞങ്ങൾക്ക് സ്റ്റേ കിട്ടിയത് ഞങ്ങൾ എടുത്തത് ഒരു ഹോസ്റ്റലാണ്. കറക്റ്റ് സെൻറ്ററാണ്. പാർട്ടി ഹബ്ബായിരുന്നു. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലൊക്കേഷനും അടിപൊളിയായി. ഇവിടെ ഹനോയിൽ നല്ല നൈറ്റ് ലൈഫാണ് ശരിക്കും. ഇതുവരെ ഞങ്ങൾ വന്നതിൽ ഹോച്ചിമിന് പോയില്ല. ബാക്കി ദനാങ് തൊട്ട് മേലേക്കാണ് വന്നത്. ദനാങ് തൊട്ട് വിയറ്റ്നാമിൻ്റെ നോർത്തിലേക്ക്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ 12 മണി വരെ ആൾക്കാർ എണീറ്റിരിക്കണ ഒരു സിറ്റിയാണ് ഇവിടെ ഹനോയ്. ബാക്കി ഞങ്ങൾ ഫോങ്ന പോയി, ഡോങ് ഹോയ്, പിന്നെ കാഡ്ബ ഐലൻഡ്, പിന്നെ ഹാലോങ് ബേ. ഇവിടെ ഹാലോങ് ബേയിലൊന്നും 10 മണി കഴിഞ്ഞാൽ ഒരാളെയും കാണാൻ കിട്ടില്ല. കാഡ് ബേയിൽ പിന്നെയും കുറച്ച് ആളാനൊക്കെ ഉണ്ടായിരുന്നു, ഒരു 11 മണി വരെയൊക്കെ. ഇവിടെ ഫുൾ 12 മണി കഴിഞ്ഞിട്ടും ആൾക്കാരുണ്ടായിരുന്നു ഈ ഹനോയിൽ. ഈ സ്ട്രീറ്റ് അങ്ങനെയാണ്. ഇത് കറക്റ്റ് മെയിൻ സെൻട്രലായിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലും കറക്റ്റ് ആ സെൻറ്ററിൽ വന്ന്, അതെന്തായാലും നന്നായി. ഇന്ന് ശരിക്കും ഒരു ലേസി ഡേ ആണ്. അതായത് ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ കുറച്ച് വൈകി. ഇവിടെ നൈറ്റ് ലൈഫ് ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിരുന്നു. അപ്പോൾ നൈറ്റ് അടിപൊളിയാണ്. ഞങ്ങൾ നൈറ്റ് കുറച്ച് നടന്നു, സ്ട്രീറ്റിലൊക്കെ നന്നായി നടന്നു. എന്നിട്ട് ഉറങ്ങിയപ്പോൾ വളരെ വൈകി, ഒരു 2 മണി 3 മണിക്കായി ഉറങ്ങിയപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ വൈകിയാണ് ഇന്ന് എണീറ്റപ്പോൾ ഒരു 10:30 ആയി. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഒക്കെ വന്നപ്പോൾ ഒരു 12 മണി ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ അടിയെ പോയിട്ട് കുറച്ച് നേരം ചീട്ട് കളി, യൂനോ കാർഡ് അതൊക്കെ കളിച്ചിട്ട് ഒരു 3 മണി ആയപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇന്ന് ഇവിടെ ഈ സ്ട്രീറ്റ്സ് ശരിക്കും അടിപൊളിയാണ്. ഒരു ചെറിയ റോഡാണ് എല്ലായിടത്തും. ചെറിയ റോഡിൻ്റെ 2 ഇപ്പുറത്തും വലിയ ബിൽഡിങ്ങുകൾ അടുപ്പിച്ച് പണിതിട്ടേക്കാം. നല്ല രസമാണ്. ഈ ഓൾഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഏരിയ ആണ്. ഈ ഏരിയയുടെ പുറത്ത് വണ്ടികളുടെ നല്ല ഹോണും ബഹളമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഓൾഡ് ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ വണ്ടികളുണ്ട്, പക്ഷെ അധികം വണ്ടികളില്ല, പിന്നെ ബഹളവും കുറവാണ്. അങ്ങനെ ഈ ഓൾഡ് ക്വാർട്ടേഴ്സ് മൊത്തം നടന്ന് തീർത്തിട്ട് അവിടെ അടുത്ത് ഒരു 1 കിലോമീറ്റർ മാറി ഒരു സ്പോട്ട് ലേക്ക് ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ നടന്നു. ഈ ലേക്ക് ശരിക്കും ഹനോയ് ടൗണിൻ്റെ സെൻട്രലായിട്ടാണ് വരണേ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലേക്ക് തന്നെയാണിത്. ഈ ലേക്കിൻ്റെ സൈഡ് വാക്കിലുള്ള കാഴ്ചകളാണിത്. ശരിക്കും ഒരു സിറ്റി, അതിൻ്റെ ഒത്ത നടുക്കിലൊരു ലേക്ക്. അതാണ് അവിടുത്തെ വൈബ്. ഞങ്ങളിപ്പോൾ ഇവിടെ സ്പോട്ട് ലേക്കിൻ്റെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് നടക്കാനുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ലേക്കിൻ്റെ സൈഡിലാണ്. കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു. ഇപ്പോൾ വീണ്ടും ലേക്കിൻ്റെ സൈഡ് കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് കുഴപ്പമില്ല, നല്ല ഒരു സിറ്റിയുടെ സൈഡിലായിട്ടാണ് ലേക്ക്. സിറ്റി റോഡ് ഒരു സൈഡിൽ റോഡ്, ഒരു സൈഡിൽ ഈ ലേക്ക്. ഇവിടെ നടക്കാൻ നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട്. ആൾക്കാരൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് അടക്കം ഇവിടുത്തെ ലോക്കൽസും എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ നടക്കാൻ വാക്കിങ്ങിന് ഇറങ്ങണവരും ജോഗിങ്ങിനും വരുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ആൾത്തിരക്കുണ്ട്. നല്ല അടിപൊളിയാണ് ഇവിടെ നടക്കാൻ.
ഇത് അവിടുത്തെ ഒരു പാർക്കിന്റെ ഉള്ളിലെ ചെറിയൊരു പോർഷനാണ്. ഇവിടെ കുറെ പിള്ളേര് സ്കേറ്റിംഗ് ചെയ്യണതും പിന്നെ സ്കേറ്റിംഗ് പഠിപ്പിക്കണതും ഒക്കെ കാണാൻ പറ്റും. ഈ ബിൽഡിംഗ് ആണ് ഹനോയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് വിയറ്റ്നാം. ഞങ്ങളിപ്പോൾ ആ ലേക്ക് ചുറ്റും നടന്നില്ലെങ്കിലും ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്നു. ലേക്കിൻ്റെ സൈഡിൽ ഒരു പാർക്കാണ്, ഒരു വലിയൊരു ഏരിയ പാർക്കാണ്. നല്ല അടിപൊളി പാർക്കാണ്. ഇവിടെ കുറേ പേര് യോഗ പോലെ എന്തോ സംഭവം ചെയ്യുന്നുണ്ട്. ഈ ഹനോയ് ടൗണിലാണ് ശരിക്കും ഞങ്ങൾക്ക് ഒരു സിറ്റി വൈബ് കിട്ടിയത്. ഈ കാഡ്ബ ഐലൻഡിൽ ഞങ്ങൾ ടൗണിലാണ് നിന്നിരുന്നെങ്കിലും അവിടെ ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ആളണക്കുണ്ട്, വണ്ടികളുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകൾ, കടകൾ ഒക്കെ കൂടി നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. ക്യാപിറ്റൽ സിറ്റി ഒക്കെ അല്ലേ, ഇങ്ങനൊക്കെ വേണമല്ലോ. ഇവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകൾ കാണണത്. ഇങ്ങനത്തെ ചെറിയ വഴികൾ ഞങ്ങൾ മുന്നേ കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണത്തിൽ കയറാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്. ഈ സിറ്റി ക്ലീൻ ആയി കിടക്കുന്നതിന്റെ മെയിൻ റീസൺ ഇവരാണ്. ഇത് ഹനോയ് ടൗണിൽ നിന്ന് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് തിരിച്ചു വരുമ്പോൾ കണ്ടതാണ്. അവിടുത്തെ നാടകവും മറ്റു പരിപാടികളും. കാലത്ത് കണ്ട സ്ട്രീറ്റാണ് ഈ കാണണത്. ഫുഡ് കഴിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന് പുറത്ത് ചെയറും ടേബിളും ഇട്ടിട്ടാണ് ഫുഡ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ കഴിച്ചു. ഞങ്ങൾ സ്റ്റേ ചെയ്യണ ഹോസ്റ്റലിന്റെ മുന്നിൽ തന്നെയാണ് ഈ കാണണതും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റലിന്റെ റൂഫ് ടോപ്പിലേക്ക് കയറി. അപ്പോ ഞങ്ങള് ഹനോയിലെ ലാസ്റ്റ് നൈറ്റ് വിയറ്റ്നാമിലും ഞങ്ങള് അതായത് ഇന്ന് പുലർച്ചെ, അതായത് നാളെ പുലർച്ചെ 5 മണിക്ക് ഫ്ലൈറ്റ് കയറി ഇവിടുന്ന് ഹോച്ചിമിനിലേക്ക്. ഓ ഇപ്പത്തെ ഞങ്ങള് സ്റ്റേ ചെയ്ത ഹോസ്റ്റൽ തന്നെ അതിന്റെ റൂഫ് ടോപ്പിൽ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക. കുറച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്യും. ഗ്രാബിലായിരിക്കും ടാക്സി ബുക്ക് ചെയ്യും, നേരെ എയർപോർട്ടിലേക്ക് വിടും. കഴിഞ്ഞപ്പോൾ ഗൈസ് ഇവിടുത്തെ വിയറ്റ്നാം പരിപാടി കഴിഞ്ഞു. ഇനി വീണ്ടും ബാക്ക് ടു ഇന്ത്യ സ്ഥലത്തേക്ക് പോയിട്ട് വീണ്ടും വെറുതെ ഇരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. വീണ്ടും ബാക്ക് ടു ഇന്ത്യ. ഇനി അടുത്ത ട്രിപ്പ് എന്നാണാവോ എന്തോ. അങ്ങനെ ഞങ്ങൾ പുലർച്ചെ ഒരു 1:30 ആകുമ്പോഴത്തേനും ഗ്രാബ് ബുക്ക് ചെയ്തു. ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഓൾഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഹനോയിലെ നോയ്ബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലെത്തി. ഇവിടെ ഹനോയിലുള്ള എയർപോർട്ടിലെത്തി. 3 മണിക്ക് എത്തി. ഞങ്ങൾക്ക് 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഞങ്ങളിപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു 5 മണിക്ക് ഞങ്ങൾ എന്തായാലും കയറും. ഒരു 7 മണിക്ക് മുന്നായിട്ട് ഞങ്ങൾ അവിടെ സൗത്തിലെത്തും, ഹോച്ചിമിൻ സിറ്റിയിലെത്തും. അവിടെ ഒരു 12 മണിക്കൂർ ലേ ഓവർ. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഏതെങ്കിലും കുറച്ച് 1-2 സ്ഥലം കാണും. തിരിച്ച് വന്നിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ ഫുഡൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഫുഡ് കഴിക്കും. എന്നിട്ട് ബാക്ക് ടു ഇന്ത്യ.
അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് വിയറ്റ്നാമിന്റെ സൗത്തിലെ ഹോച്ചിമിൻ സിറ്റിയിൽ വന്നിറങ്ങി. ഇവിടെ ഒരു 12 മണിക്കൂറാണ് ഞങ്ങൾക്ക് ലേ ഓവർ വരണത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് അവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാക്കേജ്ഡ് ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് തന്നെ നമുക്ക് ചൂടാക്കിയും കിട്ടും. ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രാബും വിളിച്ച് അവിടെ ഒരു 5 കിലോമീറ്റർ മാറി ഒരു മാളുണ്ട്, അവിടേക്ക് നേരെ വിട്ടു. ഞങ്ങൾ പിന്നെ ഈ കാണുന്ന ടീ കഫേയിൽ കയറി 4 ചായയും പറഞ്ഞ് അവരുടെ ബാൽക്കണിയിൽ ചെന്നിരുന്നു. ഇതാണ് അവരുടെ ബാൽക്കണി വ്യൂ. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ ഇരുന്നു. പിന്നെ ഇരുന്ന് വെയിലിറങ്ങണാളും മുന്നേ ഞങ്ങൾ പതുക്കെ എണീറ്റു ആ മാളൊക്കെ ഒന്ന് കുറച്ചുകൂടെ നേരം ചുറ്റി കണ്ട് ഞങ്ങൾ തിരിച്ച് ഗ്രാബ് വിളിച്ചു എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റും കയറി തിരിച്ച് ഇന്ത്യയിലേക്ക്.